ഹലോ OCM മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബോവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെയാണോ എന്ന് നോക്കിക്ക്, ഫുള്ള് മഞ്ഞായിട്ട് കവേർഡാണ്. ഇപ്പോൾ സ്നോയിങ് ഇല്ല ഭാഗ്യത്തിന്. പക്ഷേ നമ്മൾ ഇതുണ്ടോ, ഡ്രൈവ് ഞങ്ങളിന്ന് ഞാനും ബോവും കൂടെ രാവിലെ ക്ലീൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ ഷവൽ ചെയ്ത് മറ്റേ ബ്ലോവറൊക്കെ വെച്ച് ഫുള്ള് മഞ്ഞൊക്കെ മൂവ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വീടിൻ്റെ സറൗണ്ടിങ്സ് നോക്കിയേ, ഫുള്ള് ഇപ്പോഴും ചെറുതായിട്ട് സ്നോയിങ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും താരതമ്യേന ഇന്നലെ രാത്രിയിലത്തെയും രാവിലത്തേക്ക് വെച്ച് ചെറിയൊരു കുറവുണ്ട്. പക്ഷെ നമ്മൾ വന്നപ്പം വീട് എങ്ങനെയായിരുന്നു, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഞങ്ങൾ ഇപ്പം പയ്യെ ഒരു പുറത്തേക്കൊന്ന് ഇറങ്ങുകയാണ്. സാറുടെ ഫ്രണ്ടിനോട് പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഞാനും ബോനും കൂടെ ചെറിയ രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും, പിന്നെ പറ്റുകയാണെങ്കിൽ എവിടെയെങ്കിലും കയറി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫുഡും കഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ. അപ്പം നിങ്ങൾ വാ, നിങ്ങളെ കാണിച്ചു തരാം. തണുപ്പ് കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ ഈ സ്നോയിങ് ഭയങ്കര ഹെവിയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം കാണിച്ച വീടിൻ്റെ ബാക്ക് സൈഡും ഒക്കെ ഫുള്ള് സ്നോ ആയിട്ട് കവേർഡാണ് കേട്ടോ. നിങ്ങൾ ഹോം ടൂർ പോയിക്കാരും കണ്ടു കാണും. ബോബിനെ റെഡിയല്ലേ? മൊത്തം ഐസായിട്ട് തണുത്ത് വിറച്ചിരിക്കണ്ട. ഞാൻ ഈ സൈഡിൽ കയറാൻ തുടങ്ങി, അപ്പുറത്തെ സൈഡ് വരാം. അയ്യോ, ഒരു രക്ഷയില്ല. അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ സമയത്താണെങ്കിലും ഭയങ്കര സ്നോയും ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ പോയ ഓർക്കുന്നുണ്ടോടാ, ഞങ്ങൾ വിചാരിച്ചില്ലേ നമുക്ക് അവിടെ വരെ എത്താൻ പറ്റുമെന്നല്ലേ. നല്ല തെന്നിപ്പാളി പോകണ്ട. പക്ഷെ നീ അടിപൊളിയായിട്ട് ഓടിച്ചു സംഭവം, പ്രശ്നമൊന്നുമില്ലാതെ നമ്മൾ എത്തി. എല്ലാ ഫുഡ് സംഭവങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. ഈ മാഡിസണിൽ ഒരുപാട് മലയാളീസ് ഉണ്ടോ പോവിനെ? മലയാളികളുണ്ട്, അങ്ങനെ പൊതുവെ കുറവാല്ലേ. വലിയൊരു ടൗൺ കേട്ടോ ശരിക്കും മാഡിസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ വിചാരിച്ച് അത്യാവശ്യം ചെറിയൊരു സെറ്റപ്പ് ആയിരിക്കുന്നു, പക്ഷെ ഭയങ്കര നല്ല പോപ്പുലേഷൻ ഉള്ള ടൗൺ അല്ലേ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ നല്ല ഡയറി പ്രൊഡക്ട്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ മാഡിസണിൽ. സൂപ്പർ ചീസും പിന്നെ പാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടുമല്ലോടാ. ഇത് വണ്ടികളൊക്കെ സ്നോയിൽ ഇട്ടേക്കുന്നതുണ്ടോ നിങ്ങൾ? നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന കടയിലെത്തി കേട്ടോ. ബീഫ് ബട്ടർ ബാർബിക്യൂ ഹെവി. ഞാൻ ഈ ദിവസം ഒരു റിബ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ എന്നെ ബാർബിക്യൂ കഴിക്കാൻ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അത്യാവശ്യം തണുപ്പുണ്ടോടാ, നല്ല തണുപ്പുണ്ട് അല്ലേ. ജാക്കറ്റ് ഉണ്ടല്ലോ, സ്നോയൊക്കെ മെൽറ്റേ കിടക്കണം. എന്തൊരു വെറൈറ്റി അല്ലേ. ഇതിന് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യടാ? ഇതിന് എന്ത് സെലക്ട് ചെയ്യും? എന്ത് സെലക്ട് ചെയ്താലും നല്ലതാണ്. ബോവിന് ഏതാണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ 3 മീറ്റ് പ്ലേറ്റ് ആണ് ഓർഡർ ചെയ്തേക്കുന്നത്. അങ്ങനെ കാണിക്കേണ്ട സാധനം വരുമ്പം നമ്മുടെ ഫുഡ് അങ്ങനെ വന്നു കേട്ടോ. ഹെവി സാധനം എന്ന് പറഞ്ഞാൽ ഹെവി സാധനം. ഇതെനിക്ക് തോന്നണേ പോർക്ക് റിബാണ്. പോർക്ക് റിബ്, പിന്നെ ഇത് പുൾഡ് പോർക്ക് ആവാനാണ് ചാൻസ്. പുൾഡ് പോർക്ക്. ഇത് റിബ് തന്നെയല്ലേടാ പോനെ? അത് റിബ് തന്നെയല്ലേ? റിബും പുൾഡ് പോർക്കാണ് വാങ്ങിച്ചേക്കുന്നത് ഹെവി. അതിൻ്റെ കൂടെ ഇതുണ്ടോ, ബ്രിസ്ക്കറ്റ് ചില്ലി എന്ന് പറഞ്ഞൊരു ഒരു സൂപ്പ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ബാർബിക്യൂ സോസ് അതിൻ്റെ സൈഡായിട്ട്. ബോവിനങ്ങനെ പ്ലേറ്റ് എൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഞങ്ങൾ ഹെവി ആയിട്ട് കഴിക്കുന്നില്ല കേട്ടോ, കാരണം നമുക്കിന്ന് കുക്ക് ചെയ്യാനൊക്കെ പ്ലാൻ കേട്ടോ. നമ്മളൊന്ന് വീട്ടിൽ പോയിട്ട് എൻ്റെ ഒരു സ്പെഷ്യൽ ഹോട്ട് ആൻഡ് സോർ സൂപ്പ്, നല്ല തണുപ്പൊക്കെ അല്ലേ, അവിടെ ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പ്ലാൻ കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ മേടിക്കാൻ വന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് അവൻ റിബ്സിൻ്റെ ഐഡിയ ആയിട്ട് വന്നത് കേട്ടോ. എനിക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാനുള്ള പോലെ. ഞാൻ ഈ കോൺ സൂപ്പ് നേരത്തെ ടേസ്റ്റ് ചെയ്തായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇതെന്താ കണ്ടില്ല, ഇത് ബീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ബീൻസ് ബ്രിസ്ക്കറ്റ് ഉണ്ടോ? ആഹാ, തണുപ്പത്തുണ്ടല്ലോ സൂപ്പ് കഴിക്കുമ്പോൾ സുഖം, ഒന്നും പറയാനില്ല. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ബോവിൻ്റെ അടിയാണ് കേട്ടോ. ഈ ബർഗർ ബണ്ണ് കൊണ്ട് നമ്മൾ ഏതായാലും ബർഗർ ബണ്ണ് ഇരിക്കുമല്ലോ, അങ്ങനെ ചെറിയ പുൾഡ് പോർക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഒന്നും ചെയ്യാനല്ല, ജസ്റ്റ് പുൾഡ് പോർക്ക് അതിൻ്റെ മുകളിൽ വെക്കുക, സോസ് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക, കഴിക്കുക. എന്താ ടേസ്റ്റ്?
ഒന്നും പറയാനോ സൂപ്പർ ടേസ്റ്റ്. ഓ ഇത് ലൈവാണോടാ, ഇത് ലൈവാട്ടോ. ഇതിപ്പോ ഒരു കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രിസ്ക്കറ്റ് ആണ് അല്ലേ, ലൈവാണ് കേട്ടോ. ഓവൻ്റെ അകത്ത് ക്യാമറ പൊളി. ഈ കോൺബ്രെഡിൻ്റെ അകത്ത് കോൺ കണ്ടോ നിങ്ങള്, നല്ല ടേസ്റ്റാണ്, നല്ല ടെക്സ്ചർ, സൂപ്പർ ടെക്സ്ചറാണ്, ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളി. അങ്ങനെ നമ്മൾ പയ്യെ പുറത്തിറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രിസ്ക്കറ്റ് കഴിച്ച ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ പയ്യെ ഗ്രോസറി സ്റ്റോർ കണ്ടുപിടിക്കണം നമുക്ക്. സെലറിയും പിന്നെ സ്പ്രിംഗ് ഒനിയനും സൂപ്പിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള. ചെന്നിട്ടൊരു അടിപൊളി സൂപ്പ് ഉണ്ടാക്കണം നമുക്ക്. ഇത് കണ്ടോ സ്നോ നിങ്ങളിങ്ങനെ കൂട്ടിയിട്ടേക്കാൻ കണ്ടോ. ഇവിടെ ഇങ്ങനെ ഈ പറയുന്ന പോലെ വണ്ടി പോകുന്ന ഏരിയാസ് വലിയ ട്രക്കൊക്കെ വന്നിട്ട് സ്നോ കോരിക്കളയിലടാ, കോരിക്കളഞ്ഞിങ്ങനെ കൂട്ടിയിട്ടേക്കണം കേട്ടോ. നമ്മുടെ മരുഭൂമിയിലെ മണൽ കൂമ്പാരം പോലെ മഞ്ഞ് കൂട്ടിയിട്ടേക്കണം കേട്ടോ അവിടെ. അല്ലെങ്കിൽ നമുക്ക് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതിനുവേണ്ടി ഇവിടെ സ്പെഷ്യൽ ആൾക്കാരുണ്ടല്ലേ ഇവിടെയൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് മാത്രം എക്സ്പേർട്ട് ആൾക്കാരുണ്ട്. അതെ, നമ്മളൊന്നും അറിയണ്ട അവരുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ പെടും കേട്ടോ, നമുക്ക് വണ്ടി അനക്കാൻ പോലും പറ്റത്തില്ല. ഇത് കണ്ടോ നമ്മൾ ഇവിടെ നടക്കുമ്പോൾ ശരിക്കും സൂക്ഷിക്കണം കേട്ടോ. കാരണം ഐസ് മെൽറ്റായി വെള്ളമായി കഴിഞ്ഞിട്ടുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ തണുപ്പ് കൂടി കഴിയുമ്പം അത് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത് നമ്മുടെ ഐസ് പോലെ ഇരിക്കും കേട്ടോ. അപ്പം നമ്മൾ കാലെടുത്ത് വെക്കുന്നത് നമ്മൾ തെന്നി അടിച്ച് മലന്ന് വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് പോർന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി പണ്ട് വീണ ഓർക്കുന്നുണ്ടോ നീ, അവിടെ ടൂറിന് പോയപ്പം എനിക്കത് എപ്പോഴും മഞ്ഞിക്കൂടെ നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഭയങ്കര വാർത്തയിലായിരുന്നു ഉമ്മൻചാണ്ടി മഞ്ഞിൽ തെന്നി വീണിട്ട് കുറേ ആൾ കിടന്നില്ലേ. എനിക്കത് ഓർക്കുമ്പോൾ പേടിയാണോ. ചെറിയ വ്യാപാരം ഉണ്ടല്ലോ, അത് മതി, അത്ര മതി. ഇതിൻ്റെ മുമ്പിൽ ഇത് കണ്ടോ റെഡ് റാഡിഷ് ഉണ്ടോ നിങ്ങൾ, നമ്മുടെ ലൂബിക്ക പോലെ അല്ലേ. ക്യാബേജ്, സെലറി, പിന്നെ എന്നാ മല്ലിയില വേണേൽ എടുക്കാം. മല്ലിയില വീട്ടിലുണ്ട്, പക്ഷേ ചീത്തയല്ലേ കേടാന്നറിയാം. കുഴപ്പമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സാധനം വാങ്ങിക്കാൻ മറന്നു, ചിക്കൻ. കോൺഫ്ലോർ എന്തൊരു തപ്പിട്ടും കിട്ടുന്നില്ല കേട്ടോ. ഇവിടെ വേറെ സംഭവങ്ങൾ ഇരുമ്പുണ്ട്. കോൺ സ്റ്റാർച്ച് മതിയായിരിക്കുമല്ലോ പോനെ, മതിയായിരിക്കും. കോൺ സ്റ്റാർച്ച് ഉണ്ട്, കോൺഫ്ലോർ കാണാനില്ല കേട്ടോ. തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇതെടുക്കുവാണ് കേട്ടോ, കോൺ സ്റ്റാർച്ച് അത് മതിയായിരിക്കും. ചിക്കൻ തൈ പോരടാ, അത് ബ്രസ്റ്റ് വേണോ മോദി? തൈ ആയിരിക്കും നല്ലത്. എല്ലാ സാധനം കിട്ടും കേട്ടോ. ഇത് തൈ ഇവിടെ നിന്ന് ഇറങ്ങാം. സബോളയുടെ ഒക്കെ ഒരു സൈസ് ഉണ്ടോ നിങ്ങൾ, മോനെ ചെമ്പൻ സബോള. പയ്യെ നമ്മൾ വീട്ടിലേക്ക് പോവാണേ. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് അല്ലേ പോയി, ഇവിടുന്ന് 5 മിനിറ്റ്. സൂപ്പർ മാർക്കറ്റിന്റെ പുറത്തിറങ്ങി വീടെത്താറായപ്പോൾ നമ്മളൊരു സാധനം മറന്നുപോയി. എന്താ പോയിനെ? സ്പ്രിംഗ് ഒനിയൻ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കേണ്ട വരുമല്ലോ. ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകാൻ ഭയങ്കര പാടാട്ടോ. ഈ നമ്മൾ ഹൈവേ കൂടെ തിരിഞ്ഞ് കയറി പോകണം. സ്പ്രിംഗ് ഒനിയൻ ഇല്ലാതെ ഉണ്ടാക്കിയാലോ പോയി? സെലറി മതിയായിരിക്കും അല്ലേ. സ്നോ ബ്ലോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ടോ? ആ സാധനം എല്ലായിടത്തും ഇങ്ങനെ ചീറി പാഞ്ഞ് പൊക്കോണ്ടിരിക്കുമല്ലേ ബോവിനെ? എല്ലായിടത്തും സ്നോ അത് റിമൂവ് ചെയ്യും കേട്ടോ. ഈ മരങ്ങളൊക്കെ നല്ല രസമാണ് ഫോളിലല്ലേ. ഇനിയിപ്പോ വിന്റർ കഴിയാറായില്ലടാ, മീൻസ് 1 മാസത്തിനുള്ളിൽ തീരൂലേ? മാർച്ച് അവസാനം വരെ കാണും. ആണോ? സ്നോയോട് കൂടി അല്ലേ? സ്നോ ഇടയ്ക്ക് മാർച്ചിലൊക്കെ 1-2 പ്രാവശ്യമൊക്കെ വീഴുള്ളൂ. ആണോ? മാർച്ചൊക്കെ അവസാനം എന്തായാലും തണുപ്പ് കുറയും. അതല്ലേ, അത്യാവശ്യം നല്ല വെതറാവും. ഞാൻ ഇവിടെയാണ് കേട്ടോ നമ്മുടെ കൈറോപ്രാക്ടറിനെ കാണാൻ വന്നത്. ഇതിന്റെ ബാക്കിലായിട്ടല്ല പോയി, എൻ്റെ ബാക്കിലായിട്ടൊരു കൈറോപ്രാക്ടറിനായിട്ട് ഞാൻ കണ്ടത്. പുള്ളി ഒരു രക്ഷയിലാണ്, സൂപ്പറായിരുന്നു കേട്ടോ. 2 പ്രാവശ്യം പോയതുള്ളൂ, എൻ്റെ നടുവേദന ഫുള്ള് മാറി. ആള് എക്സ്റേ ഒക്കെ എടുത്ത് പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിച്ച് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വേദന എന്ന് പറഞ്ഞ സംഭവമില്ല. പറ്റുവാണെങ്കിൽ തിങ്കളാഴ്ച ഒന്ന് പോയിട്ട് പുള്ളിയൊരു താങ്ക്സ് പറഞ്ഞ പോയി. പുള്ളിയൊരു താങ്ക്സ് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ആ സമയത്തൊക്കെ ഭയങ്കര വേദനയായിരുന്നു. പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് അവിടെ പോയി പുള്ളിക്ക് ഒരു ചോക്ലേറ്റോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം കേട്ടോ. പുള്ളി ഒറ്റ ആൾ കാരണമാണ് ഞാനിപ്പം അമേരിക്കൻ ട്രിപ്പ് എൻജോയ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ നടുവേനയായിട്ട് ബെഡിൽ പോലെ കിടന്നേനെ കേട്ടോ. സ്പ്രിങ്ങിന് വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. കിട്ടിയതായാലും ഭാഗ്യത്തിന് കിട്ടിയടാ.
സാധനം കിട്ടി കേട്ടോ. ഇനിയിപ്പം നമുക്കൊന്നും പേടിക്കണ്ട. പ്രോപ്പർ റെസിപ്പി അല്ല ബോബി? രണ്ടാമത് കണ്ടറിയാം ഇങ്ങനെ ഉണ്ടോ? ഞാനുണ്ടാ, നിനക്കുണ്ടാക്കണോ? നീ ഉണ്ടാക്കുന്നുണ്ടോ? നീ സ്പ്രിംഗ് ഓണിയൻ കണ്ടില്ല. ഇത് നിങ്ങൾ ബാലൻസ് കൈറോപ്രാക്ടിക് എന്ന് കണ്ടോ? അവിടെയാണ് കേട്ടോ ഞാൻ പോയത് കൈറോപ്രാക്ട് ചെയ്യാനായിട്ട്. ഡോക്ടറിൻ്റെ പേരെന്താണെന്ന് പോയി നീ ഓർക്കുന്നുണ്ടോ? ബസ്, ഡോക്ടർ ബസ്. പുള്ളിനെ തന്നെ വിളിക്കുന്നത് ബസ് എന്നാട്ടോ. പക്ഷെ ശരിക്കും പുള്ളിക്ക് വേറെ എന്തോ പേരുണ്ട്, നല്ല പേരുണ്ട് കേട്ടോ. പക്ഷെ പുള്ളി അറിയപ്പെടുന്നത് ഡോക്ടർ ബസ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ മാഡിസൺ ഏരിയയിലുള്ളവർ കൈറോപ്രാക്ടറിൻ്റെ അടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ അടുത്ത് ധൈര്യമായിട്ട് പോകും കേട്ടോ. ഞാൻ റെക്കമെൻഡ് ചെയ്യും. പേര് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ജീവൻ തിരിച്ചു വന്നതിൻ്റെ സന്തോഷം അല്ലേ ബോബി? നന്നായിട്ട് കൂടുതൽ സിൻസിയറായിട്ട് പ്രൊമോഷൻ കൊടുക്കാനുണ്ടോ? ഭയങ്കര സിൻസിയർ എന്താ പറയുക ഫീഡ്ബാക്ക് ആണ് കേട്ടോ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നോക്കിയേ വീടുകൾക്കെല്ലാം വെള്ളത്തൊപ്പിയിട്ട് എന്താ പക്ഷെ രസമാണ് കാണാനൊക്കെ രസാ അല്ല ബോബി? അനുഭവിച്ചറിയുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. കാണാനൊക്കെ രസം, അകത്തിരുന്ന് പുറത്തിരുന്നൊക്കെ കാണാൻ രസം. അതെ, ജീവിക്കുമ്പോ ഇച്ചിരി പാടാ. എല്ലാ സീസണിലും എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും. വിന്ററിലാണെ മഞ്ഞ്, അതെ, സ്പ്രിങ്ങിലാണെ ചെറിയ ഗാർഡനിങ്ങും പരിപാടികളും, അതെ. പിന്നെ ഫോൾ ആയി കഴിഞ്ഞാൽ ഇല പറക്കിക്കള, ഇല വാടല്. സമ്മറിലോ ലോൺ സമ്മറിൽ ലോൺ വെട്ടല്. അതെ, പുല്ലുവെട്ടൽ, മെയിൻ്റെനൻസ്, വീടിന്റെ മെയിൻ്റെനൻസ്. എല്ലാ സീസണും എന്തെങ്കിലുമൊക്കെ വട്ട പരിപാടിയാണ്. നീ എന്നാ ഓസ്ട്രേലിയയിലേക്ക് പോരെ? ഓസ്ട്രേലിയ ഒരു പ്രശ്നമില്ല. ഓസ്ട്രേലിയക്ക് പാമ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതുവരെ പാമ്പ് കണ്ടിട്ടില്ല കേട്ടോ. ചുമ്മാ പറയുന്നതാട്ടോ. ഓസ്ട്രേലിയ പാമ്പുകളുണ്ട്, പക്ഷെ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തൊന്നും അതങ്ങനെ വരില്ല കേട്ടോ. അല്ലെങ്കിൽ വല്ല ഫാമിലൊക്കെ താമസിക്കുകയാണെങ്കിൽ പാമ്പിനെയൊക്കെ കണ്ടെന്നൊക്കെ ഇരിക്കും. പക്ഷെ എന്നാലും മനുഷ്യന്മാരുള്ള സ്ഥലത്തേക്ക് തീരെ ചാൻസ് കുറവാണ് പാമ്പ് വരാനായിട്ട് കേട്ടോ. ഓസ്ട്രേലിയ നിങ്ങളൊന്നും പേടിക്കണ്ട. ആൾക്കാർ എനിക്ക് സ്ഥിരം വരുന്ന മെസ്സേജാണ്, ഓസ്ട്രേലിയ പാമ്പുണ്ടോ മറ്റേ വന്യമൃഗങ്ങളുണ്ടോ എന്നൊക്കെ. ഒന്നും പേടിയണ്ട കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്ട്രീറ്റിലേക്ക് കയറി കേട്ടോ. നമ്മുടെ സ്ട്രീറ്റിൽ കയറിപ്പോയി മഞ്ഞ്, അന്റാർട്ടിക്ക. അങ്ങനെ നമ്മൾ ഹോട്ട് ആൻഡ് സോർ സൂപ്പ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. സംഭവങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. റെസിപ്പിയായിട്ട് നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ. കുറച്ച് എണ്ണ ഒഴിക്കുക. റെസിപ്പി ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നന്നാവില്ല എന്ന് അറിയത്തില്ല. ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. ഓരോന്ന് ഉണ്ടാക്കിയിട്ട് സംഭവം ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്കാണ് കേട്ടോ. നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമാണ്, അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പൂവിനെ കൊണ്ട് നമ്മുടെ ചിക്കൻ ഷ്രെഡ് ചെയ്യിപ്പിക്കാനാണ് കേട്ടോ. ചൂടുണ്ടോടാ? നമ്മളിനി പയ്യെ നമ്മുടെ ഷ്രെഡ് ചെയ്ത ചിക്കൻ എല്ലാം ഇതൊക്കെ ഇട്ട് കൊടുക്കണം. ഞങ്ങളങ്ങനെ ഹോട്ട് ആൻഡ് സോർ സൂപ്പ് തട്ടിക്കൂട്ടിട്ടോ. ബോബി, സ്മെല്ലൊക്കെ വരുന്നില്ലേ? അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. കിടിലൻ സ്മെല്ല് വരുന്നില്ലേ? സാറ് വരാൻ ലേറ്റ് ആവും തോന്നുന്നു കേട്ടോ. സാറ് ഇതുവരെ എത്തിയിട്ടില്ല. സൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. നീ ജസ്റ്റ് വേണമെങ്കിൽ വാങ്ങി വെക്കടാ, തിളച്ചു. വാങ്ങിയേക്കാം. അല്ല, നീ ഇനി ഇടേണ്ട സാധനം ഇത്ര നമ്മൾ കഷ്ടപ്പെട്ട് പോയി മേടിച്ച സാധനം ഇതുവരെ ഇട്ടിട്ടില്ല. അതിനാ സ്പ്രിംഗ് ഓണിയൻ. പറഞ്ഞു നന്നായി പറഞ്ഞു. സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ബോബി, നീ നീല ഐശ്വര്യമായിട്ട് ഇട്ടോ. ഐശ്വര്യമായിട്ട് ഇട്ട് വാങ്ങിക്കും. എല്ലാം അവിടുന്ന് ഇവിടുന്നൊക്കെ പിറക്കായിട്ട് ഇടണം. ഇതാണ് ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഉള്ള അല്ല ബോബി ലുക്ക്. അമ്മ കുക്ക് ചെയ്യുന്നല്ലോ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? എന്നാലും നിങ്ങളെ റെസിപ്പി കാണിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ക്യാബേജ് ഇട്ടു, ക്യാരറ്റ് ഇട്ടു, സ്പ്രിംഗ് ഒനിയൻ ഇട്ടു, പിന്നെ മഷ്റൂം ഇട്ടു. ലെഫ്റ്റ് ഓവർ മഷ്റൂം ഉണ്ടായിരുന്നു, മഷ്റൂം ഇട്ടു. വേറെ എന്നാണ് പോവിനെ? ചിക്കൻ ഷ്രെഡഡ്, വിനാഗിരി ഇട്ടു, സോയ സോസ്, ചില്ലി സോസ് എല്ലാം ഇട്ടിട്ട് സംഭവം. പിന്നെ മുട്ടയുടെ വെള്ളം ഇട്ട് കേട്ടോ. അത് മസ്റ്റാണ് കേട്ടോ. അത് സൂപ്പ് ഏതായാലും റെഡി. സൂപ്പർ. കിടിലൻ സ്മെല്ല് വരുന്നില്ലടാ. കിടിലൻ സ്മെല്ല് വരുന്നുണ്ടോ. ഏതായാലും സംഭവം നമുക്കൊന്ന് തിളച്ച് ഞങ്ങളിപ്പോൾ ഓഫ് ചെയ്തു കേട്ടോ. ജസ്റ്റ് ഒന്ന് 2 സെക്കൻഡ് ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അല്ല ബോബി, മൊമെന്റ് ഓഫ് ട്രൂത്ത് ആണ് കേട്ടോ. ബോബി ടേസ്റ്റ് ചെയ്യാൻ പോകണം. ബോബി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കി പറഞ്ഞു. അടിപൊളി സത്യത്തിൽ ശരിയും അടിപൊളി സക്സസ് കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ. എങ്ങനെയുണ്ടാ? സൂപ്പർ, അടിപൊളി. കുറച്ച് എരിവുണ്ടല്ലേ?
ആ ശരി കുറച്ച് എരിവുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെ വിനാഗിരി വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലേ ബോബി? കിടിലല്ലേ? കിടില പെർഫെക്റ്റ് അല്ല. അവസാനം നമ്മൾ ആ കുറച്ചും കൂടെ വിനാഗിരി ആഡ് ചെയ്തപ്പം കുറച്ചും കൂടെ നന്നായിട്ട് ബാലൻസ് ആയി. കിടിലൻ ടേസ്റ്റ് ആയല്ലേ? ഞാനത് നീ പറയാത്ത നിനക്കറിയില്ലാത്തൊരു സീക്രട്ട് റെസിപ്പി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനാ അതായത് നീ കണ്ടുപിടിക്കുക. കറിവേപ്പിലയാണ്. കറിവേപ്പിലല്ല, സംഭവം കിടിലല്ലടാ. എനിക്ക് ഹോട്ട് ആൻഡ് സോർ സൂപ്പ് കേട്ടോ. സംഭവം സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. സാറ് ഒരു മിനിറ്റ് സാറേക്ക് കൊടുക്കണം അല്ലേ? അടിപൊളി. മഷ്റൂം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മഷ്റൂം നീ ബോവിന് ഇടണ്ടെന്ന് പറഞ്ഞ കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടം പോലെ ലെഫ്റ്റ് ഓവർ മഷ്റൂം ഉള്ളതുകൊണ്ട് എനിക്ക് മഷ്റൂം കൂടി ഇട്ട് കഴിക്കാനൊരു കൊതി കേട്ടോ. മഷ്റൂമാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. മഷ്റൂം അതിൻ്റെ ടേസ്റ്റ് ആയിട്ടുണ്ട് കറക്റ്റ് ആയിട്ടല്ലേ കഴിക്കുമ്പം. സൂപ്പർ കേട്ടോ, ഒന്നും പറയാനില്ല. ഞങ്ങളന്ന് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. കിലൻ ടേസ്റ്റ് സൂപ്പൊക്കെ കുടിച്ച് ഞങ്ങളിനി സാറ് വരുമ്പോൾ സാറേക്കും കൊടുക്കും. അതുപോലെ തന്നെ ഞങ്ങളിനി പയ്യൊരു സിനിമ കാണാൻ പോകാം കേട്ടോ. വൈകുന്നേരത്തെ പരിപാടികളിലേക്ക് കടക്കുക. ഈ വീഡിയോ ഞങ്ങൾ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി കൂടുതൽ അടിപൊളി കിടിലൻ വീഡിയോസുമായിട്ട് ഞങ്ങൾ വരും കേട്ടോ. ഇനി വരുന്ന വീഡിയോകളിൽ ഞങ്ങൾ കിടിലൻ സംഭവങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വരുന്ന വീഡിയോകളിൽ നിങ്ങളെ കാണിക്കാം. ചെറിയ സർപ്രൈസുകളും കാണും. എന്താണേലും ഈ വീഡിയോ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുമല്ലോ ബോബി. പിന്നെ നാളെ നമ്മളൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരും. ബൈ.